നെയ്ച്ചോറ്, കടല കൊടുത്ത്, മീൻകറി, മുട്ട, മട്ടൻ കറി, ഫിഷ് കറി, കച്ചമ്പറ്, മോര് കറി, പായസം, ചിക്കൻ കറി, ഫിഷ് ഫ്രൈ, പരിപ്പുവട, സ്വീറ്റ്സ്, കപ്പപ്പിക്ക്, കബാബ്, അത് മുളക് ചീച്ചത്. ഹായ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞാൽ, ഇന്നലെ നമ്മളുടെ അച്ഛൻ്റെ ഒരു കൊല്ലത്തെങ്ങഞ്ഞ അല്ലെ 5ാമത്തെ കൊല്ലത്തിൻ്റെ ഒരു ചെറിയ ചടങ്ങുണ്ടായി, ബലിപൂജ. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ആക്കിന്. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങളെല്ലാം വീഡിയോയിൽ കാട്ടാൻ ശ്രമിച്ചിന്. അപ്പോൾ അതിനെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് തന്നെ അമ്പലം. അതെ, ഇത് അമ്പലം, ശിവൻ്റെ അമ്പലം. പിന്നെ അച്ഛനക്ക് വെറിയിടാനായിട്ട് വന്നിട്ടുള്ളത് ഇന്ന്. അപ്പോൾ അതന്നെ കൊല്ലം, ഇന്ന് അച്ഛൻ്റെ കൊല്ലം തികഞ്ഞിട്ടുള്ളത്. അതെ, 5ാമത്തെ കൊല്ലം. 5ാമത്തെ കൊല്ലം. നമ്മൾ രണ്ടാളിപ്പോൾ ഇന്ന് വന്നിന്, വേറെ ആരും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ കൊല്ലം ഇതിവിടെ കാണണ്ടല്ലേ, ഇതേ അമ്പലത്തിൽ വന്നിട്ട് വെളിയിടൽ. എന്നിട്ട് ആയെങ്കിൽ ഉള്ളിൽ എന്ത് നടക്കുന്നുണ്ടെന്നില്ല ഇതിനെ നമുക്ക് കാട്ടാം. പിന്നെ നമ്മളുടെ കമ്പിബാന പറയുന്ന സ്ഥലം ഇത്. അവിടെ ഇത് മാഗ്ഡൂർ ശിവൻ്റെ അമ്പലം, പഴയ അമ്പലം. സാധാരണ ഇങ്ങനത്തെ ഈ വേലി പൂജയെല്ലാം നടക്കൽ തലക്കാവേരിയിൽ ആയെങ്കിൽ ഇത് ഇവിടെയും ആക്കി കൊടുക്കും, നല്ല കൃത്യമായിട്ടാക്കും. ഇതറിഞ്ഞ പിന്നെ നമ്മളിപ്പോൾ ഇവിടെ തന്നെ വന്നിട്ട് ആക്കലെല്ലാം കൊല്ലം ഇവിടേക്ക് വരും. ഇതന്നെ അമ്പലം. ഇത് ഗണപതി, ഇത് നമ്മളുടെ അയ്യപ്പ സ്വാമി, ഇത് സുബ്രഹ്മണ്യ സ്വാമി, ഇത് പാർവതി ദേവി, ഇത് നമ്മളെ ശ്രീകൃഷ്ണ ദൈവം, ഇത് ഗോവിന്ദാചാര്യ ഗുരു. അമ്പലം ഭയങ്കര വലിയ അമ്പലം, പഴക്കമില്ല അമ്പലം. പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വിളക്ക്, ഗണപതായ നമഃ. അവിഘ്ന നമസ്കാരം. വീണ്ടും മിണ്ടഭാഗം. ഓം ബ്രഹ്മണേ തിലോത്തകം നമ. അമൃതപിണ്ഡം മുക്തിപിണ്ഡം മോക്ഷപിണ്ഡം പഞ്ചാമൃതപിണ്ഡം യുദ്ധപിണ്ഡം തിലോത്തകം നമോ നമ. കയ്യിൽ ഇഷ്ടമുള്ള പിണ്ടഭാഗം എല്ലാം കൊടുത്തിട്ട് ഓം ബ്രഹ്മണായ വേദവേദിഷ്ടം തിലോത്തകം. ഏകദേശം നമ്മളിവിടെ ബലികർമ്മം അത് കഴിഞ്ഞിന്. ഇപ്പം നേരം വെളുത്തിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു 5:30 മണിക്ക് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വന്നിന്. ഇപ്പോൾ ഒരു 6-6:15 എന്തോ ആയി. അപ്പോൾ ഇവിടുത്തെ പരിപാടി തീർന്നു. ഇനി വീട്ടിൽ പോയിട്ട് അച്ഛന് ജീവിച്ചിട്ടിരിക്കുമ്പോൾ അവരെന്തെല്ലാം ഇഷ്ടപ്പെട്ട് അതെല്ലാം ഉണ്ടാക്കിയിട്ട് വെച്ചി മലമ്പൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങുണ്ട്. അതൊന്നാക്കിയെങ്കിൽ ഈ ചടങ്ങ് കംപ്ലീറ്റ് ആവും അല്ലേ. അപ്പോൾ നമ്മളുടെ ശാസ്ത്രമെല്ലാം കഴിഞ്ഞിട്ട് വന്ന്, അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് പിന്നെ ചടങ്ങിൻ്റെ ഇഞ്ഞൊരു ഭാഗം എന്താ പറഞ്ഞാൽ ചോറ് കറി, പിന്നെ ഇറച്ചി, അച്ഛനക്ക് എന്തെല്ലാം ഇഷ്ടമുണ്ടായി അതെല്ലാം ആക്കിയിട്ട് വിളമ്പൽ. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മളുടെ ചിക്കൻ കറി ആയതുകൊണ്ടുണ്ട്. പിന്നെ ഇവിടെ കാബേജ് തോരന്, ഇവിടെ ആട്ടിറച്ചി, ഇവിടെ ഉള്ളി അരിഞ്ഞ് വെച്ചിന്, ഇവിടെ പരിപ്പ് വടക്കുള്ളത്, ഇത് മീൻ, ഇത് ചിക്കൻ കബാബ്, പിന്നെ കപ്പപ്പിക്കായി, മീൻകറി ആയില്,
മീൻകറിയായി, പുളിമുളക്, പായസമായി. പായസായിന്. പിന്നെ ഇത് എന്തൊക്കെ ഇത് അടച്ച് വേവിച്ച് വെച്ച്, ഇത് കടലിയും ചേനയും ചേനയും കടല. കൂട്ടുകറി. പിന്നെ ഇവിടത്തത് ഇനിയൊരു കാര്യം പറഞ്ഞ ഈ ചടങ്ങ് എല്ലാവരും ആക്കും. കൊല്ലത്ത് കൊറിക്കുക അങ്ങനത്തെ ദിവസം വരുമ്പോൾ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് വെളിയിട്ടിട്ട് വീട്ടിൽ വന്നിട്ട് ആക്കും. കർക്കിടക മാസത്തില് നമ്മള് കൊല്ലം ആക്കും. ഇക്കൊല്ലം മാത്രം അതിനെ നമ്മളുടെ ആൾക്കാർക്കോ അറിയിപ്പിക്കാൻ പറഞ്ഞിട്ട് വീഡിയോ ആക്കിയുണ്ട് ആ ഉദ്ദേശത്തിൽ. അപ്പം നമ്മൾക്ക് ഇതിൻ്റെ ചടങ്ങ് കഴിക്കുന്നതും ഒന്ന് കാണാം. കരിപ്പം വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇന്ന് ഏട്ടൻ്റെ ഭാര്യ പിന്നെ അവരുടെ മോളെല്ലാം അസുഖമായ കൊണ്ട് എല്ലാ പണിയും ഇന്ന് ധന്യൊക്കെ കിട്ടീന്. ഇന്ന് 1 man ഷോ, 1 man ആർമി. ഇത് നെയ്ച്ചോറായ കൊണ്ടുണ്ട്. ഇത് മോര് കറിക്കാ, പച്ചക്കറി. ഇനി ചില വട കിടയെല്ലാം ആക്കുമ്പോൾ ആ ഒരു ഇച്ചിരി സമയം അല്ലേ, എല്ലാം മെനക്കെട്ടിട്ടാക്കിയിട്ടായല്ലേ. ഇപ്പോൾ ധന്യ മാത്രം വേറെ ആറ് ഇതിൽ അവർക്കെല്ലാം ലേസം എന്ത് അസുഖമായ കൊണ്ട് ആരും വന്നിട്ടില്ല. ധന്യ തന്നെ മെനക്കെട്ടിട്ടാക്കിന്. വെറും ചോറ്, ഇത് നെയ്ച്ചോറ്, കടല കൊട്ടുകറി, മീൻകറി, മുട്ട, മട്ടൻ കറി, ഫിഷ് കറി, കച്ചമ്പർ, മോര് കറി, പായസം, ചിക്കൻ കറി, ഫിഷ് ഫ്രൈ, പരിപ്പ് വട, സ്വീറ്റ്സ്, കപ്പപ്പൊയ്ക്ക്, കബാബ്, അത് മുളക് ചീച്ചത്, ഉണക്കമീൻ, കേബേജ് തോര, ഫ്രൂട്ട്, പപ്പടം. അപ്പോൾ നമ്മൾക്കിപ്പോൾ ചടങ്ങ് തുടങ്ങാം. ഏട്ടൻ്റെ ഇവിടെ റെഡി ആയിട്ട് നിന്നിന്. നമ്മളുടെ അച്ഛൻ പിന്നെ നമ്മളുടെ ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് എല്ലാം നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കിന് ശുദ്ധമായിട്ട് ഉണ്ടാക്കൽ അല്ലമ്മ, എന്നിട്ട് വൃത്തിയിൽ വിളമ്പി കൊടുക്കൽ. ഇതിപ്പോൾ എല്ലാം വിളമ്പിട്ടായി. നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കിന് എല്ലാ സാധനവും വിളമ്പിട്ടായി. എന്നിട്ട് ഒരു പൂജ എല്ലാം ആക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവരെ വിളിച്ചിട്ട് ഇതിനെ സ്വീകരിക്കാൻ പറയൂ. ഇത് തന്നെ ഇതിൻ്റെ ചടങ്ങ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ ഉള്ളത്. ഇതെന്താ പറഞ്ഞാൽ ആഘോഷിച്ചിട്ടോ പിന്നെ സന്തോഷത്തിലാക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളല്ല. ഇതൊരു ചടങ്ങ്. എന്താ പറഞ്ഞാൽ കുറേ ആൾക്കാർ ആക്കും ഇങ്ങനത്തെ ചടങ്ങുകൾ. അല്ലെങ്കിൽ ഇതേപോലെ ആക്കുക ഇനി വേറെ മാതിരി ആക്കുക നമുക്കറിയില്ല. നമ്മളാക്കുന്നത് ഇങ്ങനെ അതിനെ കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഈ വീഡിയോ ആക്കിന്. പിന്നെ ശാസ്ത്രങ്ങൾ കുറേ ഉണ്ടായി, പിന്നെ അതൊന്നും ഇതിൽ നമുക്ക് കാട്ടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് വന്നിട്ട് കാണാം. ബായ്.